എസ് സി എക്സാംസിലെ മലയാളം ഭാഗത്തിലെയും കറണ്ട് അഫയേഴ്സ് ഭാഗത്തിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് സാഹിത്യ പുരസ്കാരങ്ങൾ. സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന ഭാഗത്തിൽ നിന്ന് അവാർഡ് ജേതാക്കന്മാരും വർഷങ്ങളും സ്ഥിരമായിട്ട് PSCയിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. ഇന്ന് നമുക്ക് സാഹിത്യ പുരസ്കാരങ്ങളും അവാർഡ് ജേതാക്കളെയും കുറിച്ച് പഠിക്കാം. ആദ്യത്തെ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമി നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ പുരസ്കാരം. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകാൻ തുടങ്ങിയത്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. പിന്നെ 2023 SK വസന്തൻ, 2024 NS മാധവൻ, 2025 KG ശങ്കരപിള്ള. ഇതിൻ്റെ ഇടയിലെല്ലാം എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഇയർ കിട്ടിയ ആളെ ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 ഇയർ കിട്ടിയ ആൾക്കാരെ മാത്രം പഠിച്ചാൽ മതി. 2023 SK വസന്തനും, 2024 NS മാധവനും, 2025 KG ശങ്കരപിള്ളയും. ഇനി രണ്ടാമത്തെ സാഹിത്യ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. മലയാള കവി G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. ജിയുടെ ചരമദിനമായ ഫെബ്രുവരി 2 ഈ ഓടക്കുഴൽ പുരസ്കാരം സമ്മാനിക്കുന്നത്. സമ്മാനത്തുക 30,000 രൂപയും പ്രശസ്തി പത്രവുമാണ്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് മലയാള കവിയായ G ശങ്കരക്കുറുപ്പാണ്. ഇനി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് നോക്കാം നമുക്ക് ആർക്കെല്ലാമാണെന്ന്. 1969 ആദ്യമായി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ലഭിച്ചു. പിന്നീട് 2023 PN ഗോപീകൃഷ്ണൻ, 2024 K അരവിന്ദാക്ഷൻ, 2025 EP രാജഗോപാലൻ. അപ്പോൾ 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, 2023 PN ഗോപീകൃഷ്ണൻ, 2024 K അരവിന്ദാക്ഷൻ, 2025 EP രാജഗോപാലൻ. അടുത്ത പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. പ്രശസ്ത മലയാള കവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. 1,11,111 രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ അവാർഡ് എന്ന് പറയുന്നത്. ഇനി പുരസ്കാര ജേതാക്കളെ നോക്കാം. 1991 ആദ്യമായി പാലാ നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. പിന്നീട് 2017 പ്രഭാവർമ്മയ്ക്ക്, 2018 M മുകുന്ദന്, 2019 സക്കരയ്ക്ക്. ഏറ്റവും അവസാനം 2019 സക്കരയ്ക്കാണ് ലഭിച്ചത്. അടുത്ത പുരസ്കാരം വയലാർ പുരസ്കാരം. കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്കായാണ് വയലാർ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1 ലക്ഷം രൂപയും ഒരു വെള്ളിഫലകവുമാണ് വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാനം. ഇനി അവാർഡ് ജേതാക്കളെ നോക്കാം. ആദ്യമായി വയലാർ പുരസ്കാരം ലഭിച്ചത് 1977 ലളിതാംബിക അന്തർജനത്തിനാണ്. പിന്നീട് 2023 ശ്രീകുമാരൻ തമ്പിക്കും, 2024 അശോകൻ ചെരുവിലിനും, 2025 E സന്തോഷ് കുമാറിന് ലഭിച്ചു. അപ്പോൾ ഏറ്റവും അവസാനം ലഭിച്ചത് E സന്തോഷ് കുമാറിനാണ് വയലാർ പുരസ്കാരം. അടുത്ത സാഹിത്യ പുരസ്കാരമാണ് ONV പുരസ്കാരം. ONV കുറുപ്പിൻ്റെ സ്മരണയ്ക്കായി നൽകുന്ന ഒന്നാണ് ONV പുരസ്കാരം. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഒരു പ്രതിമയുമാണ് ഇതിൻ്റെ സമ്മാനം. ഇനി അവാർഡ് ജേതാക്കളെ നോക്കാം. 2017 സുഗതകുമാരിക്കാണ് ONV പുരസ്കാരം ലഭിച്ചത്. 2023 C രാധാകൃഷ്ണൻ, 2024 പ്രതിഭ റേ, 2025 പ്രഭാവർമ്മ, 2026 M മുകുന്ദൻ. അപ്പോൾ ഏറ്റവും അവസാനം ONV പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ് 2026. ഇനി നമുക്ക് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ പറ്റി ഒന്ന് നോക്കാം.
സാഹിത്യത്തിന് നൽകിയ മികച്ച സംഭാവനകൾക്ക് ഭാരതീയ ജ്ഞാനപീഠം വർഷം തോറും നൽകുന്ന ഏറ്റവും പഴക്കമേറിയതും പരമോന്നതവുമായ ഇന്ത്യൻ സാഹിത്യ അവാർഡാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിലാണ് ഈ പുരസ്കാരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1965 ജി ശങ്കരക്കുറുപ്പിനാണ്. പിന്നീട് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചു. 2024 വിനോദ് കുമാർ ശുക്ലയ്ക്ക്, പിന്നെ 2025 വൈരമുത്തുവിന്. അപ്പോൾ ഇങ്ങനെയാണ് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് പറഞ്ഞത്. സാഹിത്യ പുരസ്കാരങ്ങളുടെ മേഖല പഠിക്കുമ്പോൾ ഈ പറഞ്ഞ സാഹിത്യ പുരസ്കാരങ്ങളും അതിൻ്റെ ജേതാക്കളെയും കുറിച്ച് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ്.